മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ സിനിമയായ എമ്പുരാൻ റിലീസ് ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ ഇനി ബാക്കിയുള്ളൂ. അങ്ങനെ ഇരിക്കെ ഇതാ മോഹൻലാലിന് തന്നെ തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ചുമ്മാ ട്രെയിലർ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ച് കയറി കണ്ടു. കണ്ടപ്പോൾ അങ്ങോട്ട് സംഭവം വിചാരിച്ചെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയല്ല കേട്ടോ തുടരും. അതുകൊണ്ട് തന്നെയാണ് ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മോഹൻലാൽ തരുൺ മൂർത്തി കോംബോയിലുള്ള സിനിമയാണ് തുടരും എന്ന് പറയുന്നത്. ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മോഹൻലാൽ ശോഭന കോംബോ തന്നെയാണ്. നമുക്കറിയാം ഇരുവരും ഏകദേശം 50ഓളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പല വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോംബോ ഉണ്ടാക്കിയ ഒരു ഓറ, സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് മലയാളികൾക്ക് മറക്കാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഏറ്റവും ഫേവറേറ്റ് ജോഡികൾ എടുക്കുകയാണെങ്കിൽ മോഹൻലാൽ ശോഭന കോംബോ ഒന്നാമതായിട്ടുണ്ടായിരിക്കും. ഇനി തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ടാക്സി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ ടാക്സി ഏതോ ഒരു കാരണത്താൽ പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെടുന്നു. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായേക്കാം. പക്ഷെ ടാക്സി തിരിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും പറയുന്നൊരു പക്ഷേ അവിടെയാണ് ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഒരു സാധാരണ കുടുംബ ചിത്രത്തിൽ പോകുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ട് ഏതോ ഒരു മൊമെന്റിൽ ഇതൊരു ത്രില്ലർ ലെവലിലോട്ട് പോകുന്നുണ്ട്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഈ ടാക്സിയുമായിട്ട് കണക്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ത്രില്ലർ രീതിയിൽ കൊണ്ടുപോവുകയാണ്. അത് വ്യക്തമാക്കുന്ന കുറെ സീൻസ് ഉണ്ട്. അതായത് മോഹൻലാൽ മഴയിൽ നിൽക്കുന്ന സീനും അതുപോലെ തന്നെ ഒരു കോറിഡോറിൽ കൂടെ നടന്നു പോകുന്ന സീൻസും, അതുകൊണ്ട് ഒരു ക്ലോസ് ഷോട്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇമോഷണലി എന്തോ ഉള്ളു. അപ്പൊ സംഭവം വെറും ഒരു കുടുംബ ചിത്രമല്ല. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് ഏകദേശം ഒരു മിനിറ്റ് മേളിൽ വരെ ഒരു ഹാസ്യപരമായ രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ആ ഒരു ട്രെയിലറിന്റെ തുടക്കത്തിലുള്ള ഒരു മൊമെന്റ് ഉണ്ട്. മണിയപ്പിള്ള രാജുമായിട്ടുള്ള ഒരു മൊമെന്റ് പറയുന്നുണ്ട്, എന്നെ കണക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു കൗണ്ടർ വരുന്നുണ്ട് മണിയപ്പിള്ള രാജുവിന്റെ. അത് നീ എപ്പോഴാണ് സ്കൂളിൽ പഠിച്ചത്. പിന്നീട് അങ്ങോട്ട് ഹൈ ലെവൽ കോമഡി രീതികൾ ഒരു കൊമിക്കൽ വെയിലാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ബിനു ബോബന്റെ ആ ഒരു SI ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതെല്ലാം കൊമിക്കൽ രീതി തന്നെ ഒരുപാട് വരുന്നുണ്ട്. ഈവൻ മോഹൻലാൽ ശോഭന കോംബോയിലുള്ള ആ ഒരു സ്ക്രീനിലെ രംഗങ്ങളെല്ലാം തന്നെ ഗംഭീരമായ ഒരു കൊമിക്കൽ വെയിലാണ് പോകുന്നത്. പക്ഷെ ഒരു മൊമെന്റ് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട്. അതായത് ശോഭനയുടെ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഭാര്യ കഥാപാത്രം തന്നെ പറയുന്നുണ്ട്, അന്താക്ക ആ വണ്ടി കിട്ടി കഴിഞ്ഞാൽ പൈദ്യം മാതിരി എന്ന് പറഞ്ഞ രീതി പറയുന്നുണ്ട്. അതായത് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു സാധാരണ ലെവലിലുള്ള സിനിമയാണ്. പിന്നീട് എന്ന് പറയുന്നത് ഏതോ ഒരു ഇന്റർവ്യൂവിൽ മോഹൻലാൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, തുടരുമെന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്ന ഒരു ദൃശ്യം ടൈപ്പ് ഓഫ് ലെവൽ ഒരു സിനിമയാണെന്ന് പറഞ്ഞു. അതായത് ഒരു ത്രില്ലർ എലമെന്റ് കലർന്ന സിനിമയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു മൊമെന്റ് പിന്നീട് അങ്ങ് കണ്ടിട്ടില്ല. അത് പറഞ്ഞത് എനിക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ബോധ്യം. ഇതൊരു സാധാരണ കുടുംബചിത്രമല്ല, മറിച്ച് ഒരു ത്രില്ലർ എലമെന്റ് ഉള്ള ഒരു കോമഡി ത്രില്ലറുകൾ കലർന്ന ഒരു കുടുംബചിത്രം ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തരുൺ മൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് മോഹൻലാലിനോട്ട് പ്രസന്റ് ചെയ്തപ്പം പല കാര്യങ്ങളും തിരുത്തിയിട്ട് അത്രയ്ക്കും ഡീപ് റൂട്ടഡ് ആയിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തതും അതുപോലെ തന്നെ ഇത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. തരുൺ മൂർത്തിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സാധാരണ പ്ലോട്ടിനെ എത്ര മനോഹരമായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിലേക്ക് മോഹൻലാൽ ശോഭന എന്ന കോംബോ വരികയും അത് തരുൺമൂർത്തി പ്രസന്റ് ചെയ്യുന്ന രീതിയും വേറെ തന്നെയാണ്. പല ഇന്റർവ്യൂവിലും തരുൺമൂർത്തി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആക്ടിങ് സീൻസ് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നമുക്കൊരു ട്രെയിലറിന്റെ അവസാന നിമിഷങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ തുടരും എന്ന് പറഞ്ഞ സിനിമ സാധാരണ ഒരു ലെവലിലുള്ള സിനിമയല്ല, ഇനി ഒരു ദൃശ്യം രീതിയിലുള്ള സിനിമ തന്നെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ആ ദൃശ്യത്തോട് കിടപിടിക്കുന്ന രീതിയിലാണ് തുടരും എന്നുള്ളത് കണ്ടു തന്നെ അറിയിട്ടിരിക്കുന്നു. എന്തായാലും ഏറെ കാത്തിരിക്കുന്നു, എമ്പുരാന് ശേഷം ഏറെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് തുടരും എന്ന് പറയുന്നത്. ഈ ഒരു ട്രെയിലറോടെ ഈ ഒരു സിനിമയുടെ ഹൈപ്പും നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതലാകും എന്നുള്ളത് ഉറപ്പാണ്. എന്താണ് തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.